ഞങ്ങൾ ദുൽഖർ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ പുള്ളിക്ക് രഹസ്യ സ്ഥലമുണ്ട് എറണാകുളത്ത്. രഹസ്യ അത്ര രഹസ്യമല്ല, ഒരു സ്ഥലമുണ്ട്. ചെമ്പിൽ തറവാടുണ്ട്. അപ്പോൾ അവിടെ കുളമൊക്കെ ഉണ്ട്. ഇവരാരും പറയാം ഞങ്ങൾ കുളത്തിൽ പോയി കുളിക്കുക പരിപാടികൾ, അങ്ങനെ കുറേ കുരുത്തക്കേടുകൾ. ഞാൻ മാരാസ് കോളേജ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു അന്ന്. പിന്നെ എന്നോട് പറയാം ആരും ഞാൻ ആരാന്ന് പറയാൻ ഷൂട്ടിങ് മുടക്കി പുള്ളി അദ്ദേഹം വരാറില്ല. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പുള്ളി വരും. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും. ഭയങ്കര സന്തോഷമായിരിക്കും. കോട്ടയം കുഞ്ഞിച്ചെന്ന് പറയുമ്പോൾ അമ്മാവിൻ്റെ അവിടെ രാത്രി ഞാൻ കുഞ്ഞ് സൈക്കിളൊക്കെ ഉണ്ട്, അതിൽ ചവിട്ടി ഒളിച്ചും പാത്തൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. ഫാദർ 6-9 മണിയൊക്കെ ആയി. ഫാദർ നോക്കുന്നു, നല്ല തല്ലും കിട്ടി. എനിക്ക് മമ്മൂക്കയോട് ചോദിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. സോ നെഫ്യൂനോട് ചോദിക്കുന്നു, ഹൗ വാസ് യുവർ സെലിബ്രേഷൻസ് വിത്ത് മമ്മൂക്ക? ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കിട്ടാറില്ല. കിട്ടിയപ്പോൾ പെരുന്നാളിന് വിഷുവിനൊക്കെ നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പെരുന്നാളോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ തറവാടിൽ ചെമ്പിലാണ് അദ്ദേഹം വരിക. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാത്തിരിക്കും. അത്ര വലിയ സൂപ്പർ സ്റ്റാർ നമുക്കും കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ആ കുട്ടിക്കാലത്ത്. പുള്ളി വരും, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പെരുന്നാളിന് ഭക്ഷണം കഴിക്കും. പിന്നെ കല്യാണം, ഞങ്ങളുടെ നെഫ്യൂസിൻ്റെ ഒക്കെ ഒരുപാട് കല്യാണങ്ങൾ വരുമ്പോഴും പുള്ളി ഉണ്ടാകും. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ അങ്ങനെ ഫംഗ്ഷൻസ് അങ്ങനെ കൂടുന്നതല്ലാതെ ഒരു വിഷു ആഘോഷം അല്ലെങ്കിൽ സ്പെഷ്യൽ അങ്ങനെ പുള്ളിയുടെ കൂടെ അങ്ങനെ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കിട്ടിയാൽ കിട്ടി എന്നുള്ളത്. കാരണം ഷൂട്ടിങ് മുടക്കി പുള്ളി അദ്ദേഹം വരാറില്ല. അങ്ങനത്തെ ഷൂട്ടിംഗ് മുടക്കിയിട്ട് ഉള്ള പരിപാടി. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പുള്ളി വരും. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും. ഭയങ്കര സന്തോഷമായിരിക്കും. അദ്ദേഹത്തിന്റെ സിനിമ ദുൽഖറിന്റെ അല്ലെ, ഞങ്ങൾ ദുൽഖർ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരു ചെറുപ്രായത്തിൽ എല്ലാവരും കളിയും ചിരിയും. ഞങ്ങൾ ചെമ്പിൽ തറവാടുണ്ട്. അപ്പോൾ അവിടെ കുളമൊക്കെ ഉണ്ട്. ഇവരാരും പറയാം ഞങ്ങൾ കുളത്തിൽ പോയി കുളിക്കുക പരിപാടികൾ, അങ്ങനെ കുറേ കുരുത്തക്കേടുകൾ. പിന്നെ പുള്ളി ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ എറണാകുളത്തുണ്ടായിരുന്നു ദുൽഖർ. പുള്ളി കാർ ക്രേസാണ് ഭയങ്കര. ആ കേസ് ഭയങ്കര വണ്ടേ ഉണ്ട്. അപ്പം പുള്ളിക്ക് രഹസ്യ സ്ഥലമുണ്ട് എറണാകുളത്ത്. രഹസ്യ അത്ര രഹസ്യമല്ല, ഒരു സ്ഥലമുണ്ട്. ഞാനും കയറും. പുള്ളി പോയി ഡ്രിഫ്റ്റ് ചെയ്യണ പരിപാടി, വണ്ടി ഡ്രിഫ്റ്റിംഗ് പരിപാടിയാണ്. ഭയങ്കര അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ പരിപാടിയുണ്ട്. എൻ്റെ കൂടെ ഞാൻ മാരാസ് കോളേജ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു അന്ന്. പിന്നെ എന്നോട് പറയാം ഞാൻ ആരാന്ന് പറയാൻ വയ്ക്കാം. എന്നാലും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ ആളാണെന്ന് പറയാം. അങ്ങനെ പുള്ളി മാരാസ് കോളേജൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് രാജമാണിക്ക് സിനിമ കാണാൻ ഞാനൊരു പ്രാവശ്യം കണ്ടു. ഞാനും മക്ബൂലും കൂടെ ഒരു പ്രാവശ്യം പോയി കണ്ടു. പിന്നെ ദുൽഖറുമായിട്ട് ഞാൻ പോയി കണ്ടു. പിന്നെ പുള്ളി സിനിമ കൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ചിരിക്കും. തിയേറ്ററിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും. അപ്പൊ നമ്മുടെ സുരേഷ് ബാബു സാറുമായിട്ട് ഞാൻ ഒരുപാട് വർഷം പരിചയമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തതാണ്. അതിന് ഞാനും ബാബുചേട്ടനും ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് തുടങ്ങി. പക്ഷെ അത് ആ ഒരു ഒരു ചാനലിന് വേണ്ടി അത് പിന്നെ സെറ്റായില്ല. അതുകൊണ്ട് സിനിമ ചെയ്തിരുന്നു. പിന്നെ ആ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കോട്ടയം കുഞ്ഞിച്ചെന്ന് പറഞ്ഞ പടം അമ്മാവിൻ്റെ പടം. അപ്പം അന്ന് ടി എസ് സുരേഷ് ബാബു ഡയറക്ടറാണെന്ന് വായിക്കാനോ ക്യാമറമാൻ ആരാണെന്നൊന്നും അത്ര അറിയില്ല. മമ്മൂട്ടിന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ കാണാൻ പോയി. രാത്രി ഞാൻ കുഞ്ഞ് സൈക്കിളൊക്കെ ഉണ്ട്, അതിൽ ചവിട്ടി ഒളിച്ചും പാത്തൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. ഫാദർ 6-9 മണിയൊക്കെ ആയി. ഫാദർ നോക്കുന്നു, നല്ല തല്ലും കിട്ടി, നല്ല അടിയൊക്കെ കിട്ടി. ആ പടം കാണാൻ പോയതിന്. കാരണം സിനിമ കണ്ടതിനല്ല, ഒറ്റയ്ക്ക് പോയതിൻ്റെ ആരെയും കൂട്ടാതെ വീട്ടിലാരോടും പറയാതെ രഹസ്യമായിട്ട് പോയി. അങ്ങനെ ഒരു ഡയറക്ടറുടെ പടത്തിൽ ഇന്ന് ഞാൻ നായകനായി അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ ടി എസ് സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഭയങ്കര സംഭവമാണ്. കാരണം ഇതെല്ലാം അങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം എൻ്റെ ഈ പ്രൊഡ്യൂസർ മാത്രമാണ്. അദ്ദേഹം KV അബ്ദുൽ നാസർ സാർ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ ഇങ്ങനെ സംഭവിക്കുകയോ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒറ്റൊരു നിർബന്ധമല്ല. അദ്ദേഹം അഷ്കറിന് ഒരു ടാലൻ്റ് ഉണ്ടാവും, അവനൊരു പ്ലേസ് കൊടുത്താൽ നോക്കാമെന്ന് അദ്ദേഹത്തിന് എന്തൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ എന്നെ. I think ലക്ഷ്മി will kind of എല്ലാ ഇമോഷൻസും കാണിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനം. നല്ല ക്യാരക്ടറാണ് ഇതിൽ, നല്ലൊരു കഥാപാത്രമാണ്. അതിന് AK സന്തോഷ് സാറാണ് ഹെൽപ്പ് ചെയ്തത്. കാരണം ഇത്ര ഒരു നല്ലൊരു കഥാപാത്രം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സാണ്. പിന്നെ എന്നെ വെച്ച് നായകനായിട്ട് ചെയ്യാന്ന് ടി എസ് സുരേഷ് ബാബു സാർ സമ്മതിച്ചതും അത് വലിയൊരു മനസ്സാണ്. കാരണം അല്ല അവർക്കൊക്കെ വലിയ നായകന്മാരെ കിട്ടാനിട്ടല്ല, നല്ല നായകന്മാരെ കിട്ടും. എൻ്റെ പ്രൊഡ്യൂസർക്കാണ് ഇവിടെ വേണമെങ്കിൽ നായകന്മാരും ഒക്കെ എത്ര പേരെ നോക്കാം. പക്ഷെ അത് നമ്മളോടുള്ളൊരു ഇഷ്ടം നല്ല അതുകൊണ്ടല്ലേ, ദൈവാധീനം. അതായത് പ്രൊഡ്യൂസർ ദൈവത്തെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റുന്നു, വലിയ കാര്യങ്ങളാണ്. അപ്പം ഇനി ഹന്നയുടെ കഴിഞ്ഞ പടങ്ങൾ, ചിത്രങ്ങൾ. അതിന് മുന്നേ എനിക്കും ഐ ഫീൽ ഹാപ്പി. ഇപ്പം അഷ്കറിനും ഇത്ര ഒരു ഹാപ്പി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഐ ഓൾസോ ഫീൽ ഹാപ്പി ഈ ഒരു കഥാപാത്രം എനിക്ക് തന്നതിനും. ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും.